ഒക്ടോബർ 4, 2024 വൈകുന്നേരം 2 മണി, അതായത് ഉച്ച സമയമാണ്. അത്ര താമസിച്ചിട്ടൊന്നുമില്ല. അവിടെ 9 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി, 9 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്ര ചെറിയ പെൺകുട്ടിയാണെന്ന്. ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ്, അതായത് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് ഈ കുട്ടി നടന്നു പോകുന്നത് വരെ ആൾക്കാർ കാണുന്നുണ്ട്, ആൾക്കാരത് ശ്രദ്ധിക്കുന്നുമുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് വഴിയും വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ക്രൈം സീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടേക്കാണ് ഒരു സൈക്കിളിൽ ക്രിമിനൽ ചിന്തയുമായി ഒരു ക്രിമിനൽ വരുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യൻ. അവൻ്റെ ഉദ്ദേശവും അവൻ്റെ ലക്ഷ്യവും അവൻ്റെ ചിന്തകളുമെല്ലാം മുന്നേ കരുതി കൂട്ടിയത് തന്നെയായിരുന്നു. നമ്മൾ ലോ കോളേജിൽ നിയമത്തിൻ്റെ ബാലപാഠം പഠിക്കുന്നത് തന്നെ മെൻസ് റിയ എന്നൊരു വാക്കിലാണ്. അതായത് ഒരു കൃത്യം നടക്കണമെങ്കിൽ അവിടെ മെൻസ് റിയയും ആക്ടസ് റിയയും വേണം. അതിൽ മെൻസ് റിയ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രൈമിലേക്കുള്ള ഒരു ബോധ്യവും അതിനു വേണ്ടിയുള്ള ചിന്തകളും പ്രിപ്പറേഷന് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായി പറയുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ചുള്ള ഒരു ക്രൈം അവിടെ നടന്നിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ചേർന്നാൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പർ ക്രൈം നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ കേസിലേക്ക് വന്നാൽ തന്നെ ഈ വ്യക്തിക്ക് വ്യക്തമായൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്രൈം നടത്താനുള്ള ഇൻറ്റൻഷൻ ഈ ഒരു 19-കാരന് വ്യക്തമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ക്രിമിനൽ എന്ന് വിളിച്ചത്. ഇവൻ ആ പെൺകുട്ടി നടന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ട് ഇവനൊരു സൈക്കിളിലാണ് വന്നത്. ഇവൻ സൈക്കിളിൽ വന്ന് ഈ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. കാരണം ഇവൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ട തെളിവുകളുണ്ട്. ഇവൻ ഈ പെൺകുട്ടിയോട് നിന്നെ ഞാൻ സൈക്കിളിൽ വീട്ടിലാക്കാം, കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സൈക്കിളിൽ കയറ്റുന്നത്. ഇതൊന്നും അറിയാതെ ആ വാഹനങ്ങൾ പോകുന്ന തിരക്കുള്ള റോഡിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി അവൻ്റെ സൈക്കിളിൽ കയറുന്നു. ഇത് ആ റോഡിൽ കണ്ടുകൊണ്ട് പലരും അവിടെ തന്നെ ഉണ്ട്. ഈ നാട്ടുകാരും തൊട്ടടുത്തുള്ളവരെല്ലാം ഇവൻ ഈ പെൺകുട്ടിയെ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടതുണ്ട്. അതിലൊരാൾക്ക് സംശയം തോന്നുന്നുണ്ട്, ഇവൻ എന്തിനാ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് എന്ന് സംശയം തോന്നുന്നുണ്ട്. നീ എന്തിനാ ഈ കുട്ടിയെ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോകുന്നതെന്ന് അവൻ ഈ പ്രതിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞതിന് പ്രകാരം ഈ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഇവൻ എന്നാണ് ഉത്തരം പറഞ്ഞത്. ഈ ക്രൈം ചെയ്യുമ്പോൾ എല്ലാ ക്രിമിനൽസിനും ഉള്ളതുപോലെ 110% ഇവൻ പിടിക്കപ്പെടും എന്ന വ്യക്തമായ ധാരണ ഇവനുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ ക്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവൻ ഒരു തരത്തിലും തെളിവ് നശിപ്പിക്കാനോ തെളിവുകളെ വളച്ചൊടിക്കാനോ ശ്രമിച്ചിട്ടില്ല. അതിനുള്ളൊരു ഉദ്ദേശം അവനില്ലായിരുന്നു. ആ ക്രൈം ചെയ്യുന്ന ഒരു വ്യക്തി ആ ക്രൈം സീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം ഇടപഴകുന്നുവോ അത്രത്തോളം അവൻ ആ കേസിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ആ ക്രൈം അവൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുത്താണ് അവനൊരു ക്രൈം ചെയ്യുന്നതെങ്കിൽ അവൻ പോലും അറിയാതെ ഒരുപാട് തെളിവുകൾ അവിടെ അവശേഷിപ്പിക്കും. അപ്പോൾ ഈ നാട്ടുകാരുമായുള്ളൊരു ചോദ്യോത്തരം കഴിഞ്ഞുടൻ തന്നെ അവനായി പെൺകുട്ടിയുമായി സൈക്കിളിൽ വിജനമായ ഒരു സ്ഥലത്തേക്ക് സൈക്കിൾ ചവിട്ടിപ്പോയി. പിന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകം ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു വശത്ത് ആൾക്കാർ ചായക്കടയിൽ തമാശകൾ പറഞ്ഞും ചിരിച്ചും ജോലി കഴിഞ്ഞ് ആൾക്കാർ വീടുകളിലേക്കും എത്തി. അങ്ങനെ ഭൂമിയിൽ ഒരു വശത്ത് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഒരു ദിവസം കടന്നു പോവുകയും തൊട്ട് മറുവശത്ത് ഒരു പെൺകുട്ടിയുടെ ആയുസ് അവസാനിക്കുകയുമായിരുന്നു. കുറെ കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയായിരുന്നു. സമയം 3 മണിയായി, 4 മണിയായി, 5 മണിയായി. മകൾ എവിടെയെന്നറിയാതെ വീട്ടിലുള്ളവർ അന്വേഷിച്ചറിഞ്ഞു. നാട്ടുകാർ ഉൾപ്പെടെ ഒരുമിച്ചാണ് അന്വേഷിച്ചത്. പലരോടും ചോദിച്ചപ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു. മകൾ എവിടെയാണ് എന്നതിനുള്ളൊരു ഉത്തരം മാത്രം അവർക്ക് ലഭിച്ചില്ല. അവർ അന്നേ ദിവസം തന്നെ 7 മണിയായപ്പോൾ പോലീസിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. വെസ്റ്റ് ബംഗാൾ പോലീസിന്റെ സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ പ്രൊസീജിയർ, അതായത് പോലീസ് ഓർഡർ നമ്പർ 7/2011 പ്രകാരം ചൈൽഡ് വുമൺ മിസ്സിംഗ് കേസുകൾ കൂടുതലാണെന്നും നല്ലൊരു സംഖ്യ ഡെഡ് ബോഡീസ് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലും അവകാശികളില്ലാത്ത രീതിയിലും പല ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ആ SOPയിൽ തന്നെ ഒരു മിസ്സിംഗ് കേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഈ 9 വയസ്സുകാരി മിസ്സിംഗ് ആയ കേസിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ട് പോലും പോലീസ് ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ല. ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് മിസ്സിംഗ് പേഴ്സൺ ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നതിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. കുടുംബത്തിൻ്റെ നാട്ടുകാരുടെ ആരുടെ സഹായം തേടിയിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു മിസ്സിംഗ് ആയ പേഴ്സണെ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന് വ്യക്തമായി SOPയിൽ പറയുന്നുണ്ട്. ഈ പ്രൊസീജിയറൽ ഓർഡേഴ്സ് എല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് പോലീസ് ഒരു ചെറു വിരൽ പോലും അനക്കാതെ ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ അന്വേഷണത്തിനൊടുവിൽ 8 മണി കഴിഞ്ഞ് ഓടയിൽ നിന്നൊരു പെൺകുട്ടിയുടെ ശവശരീരം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 38 മുറിവുകൾ ആ ശരീരത്തുണ്ടായിരുന്നു. തലയോട്ടിയിൽ പൊട്ടലുണ്ടായിരുന്നു. കീറിയ വസ്ത്രങ്ങളായിരുന്നു. ഈ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ജനത്തിന്റെ രീതി അങ്ങ് മാറി. പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന ആരോപണത്തിന്മേൽ 100 കണക്കിന് ആൾക്കാരാണ് പോലീസ് സ്റ്റേഷനിൽ ഉപരോധിച്ചത്.
12ഓളം പോലീസുകാർക്ക് അന്ന് പരിക്കും ഏറ്റിട്ടുണ്ട്. അവസാനം ടിയർ ഗ്യാസ് വരെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ആൾക്കാരന്ന് പിരിച്ചുവിട്ടത്. പ്രതിക്ക് പണിഷ്മെന്റ് ലഭിക്കുന്നതുവരെ ഞങ്ങളുടെ പ്രതിഷേധം തുടരും. കൂടാതെ ഈ ഒരു പരാതി ലഭിച്ചിട്ടും അതിനെതിരെ ഒരു ചെറു വിരൽ അനക്കാതെ പോലീസ് ആക്ഷൻ ഒന്നുമില്ലാത്തതിനെതിരെ ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നും ഈ പ്രതിഷേധത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പരാതി ലഭിച്ചപ്പോൾ തന്നെ അവരെ രക്ഷാപ്രവർത്തനം അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് ജീവൻ തിരിച്ച് കിട്ടുമായിരുന്നു എന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് ഈ ഒരു കാര്യം ലോകമെമ്പാടും അറിഞ്ഞത്. പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് കണ്ണു തുറന്നു. ബോഡി കിട്ടി 5 മണിക്കൂറിനകം, അതായത് ഒക്ടോബർ 5 രാവിലെ 3 മണിക്ക് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 19 വയസ്സുകാരനായ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു. ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ സംശയത്തെ ബലപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഈ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. അപ്പോഴത്തേക്ക് അവിടുത്തെ കാര്യങ്ങൾ മാറി, കഥ മാറി, രീതി മാറി. പ്രതിഷേധങ്ങൾ അവിടെ ശക്തമായി ഉയർന്നു. സർക്കാരിന് 8 പേരടങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കേണ്ടി വന്നു. SIT വന്നു, അന്വേഷിച്ചു. 30 ദിവസത്തിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അടുത്ത 30 ദിവസത്തിനകത്ത് ട്രയലും അവസാനിച്ചു. ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ സ്പീഡി ട്രയലാണ് നമ്മൾ അവിടെ കണ്ടത്. സെക്ഷൻ 103(66) ഓഫ് ഭാരതീയ ന്യായ സംഹിത, സെക്ഷൻ 6 ഓഫ് പോക്സോ ആക്ട് തുടങ്ങിയ ചാർജസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. സെക്ഷൻ 103 ഓഫ് BNS എന്ന് പറയുന്നത് കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. സെക്ഷൻ 66 ഓഫ് BNS എന്ന് പറയുന്നത് ബലാത്സംഗത്തിനിരയാക്കി ഒരാൾക്ക് മരണം സംഭവിപ്പിക്കുകയോ ജഡാവസ്ഥയിലാക്കുകയോ ചെയ്താലുള്ള ശിക്ഷയാണ്. അടുത്തതായി വരുന്നത് സെക്ഷൻ 6 ഓഫ് പോക്സോ ആക്ട്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനം, അതായത് 19 വയസ്സുകാരൻ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, പിന്നെ സയന്റിഫിക് എവിഡൻസും DNAയും ഇതിൽ മാച്ചായി വന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ DNAയും ഈ പ്രതിയുടെ DNAയും മാച്ചായി വന്നു. കൂടുതൽ വലിയ എവിഡൻസ് ഒന്നും കോടതിക്ക് ഈ കേസിൽ ആവശ്യമായി വരുന്നതല്ല. ഈ 19 വയസ്സുള്ള പ്രതി ഈ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടമായിരുന്നു, കൂടാതെ എന്നിൽ ആരോപിക്കുന്ന ഈ കുറ്റങ്ങളെല്ലാം ഞാൻ നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ പ്രതി താൻ ചെയ്ത കുറ്റം ഏറ്റുപറയാനോ മനസ്താപം കൊള്ളാനോ തയ്യാറല്ല എന്നാണ് ഈ വിധി പറഞ്ഞപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും സോളിഡ് എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് മാത്രം കൊടുക്കുന്ന വധശിക്ഷയാണ് പോക്സോ കോടതി ഈ പ്രതിക്ക് കൊടുത്തത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു. വിധി വന്നതിന് ശേഷം വിക്ടിമിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്: തൂക്കിലേറ്റാൻ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട്, വിധിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രതി ഹയർ കോടതിയിൽ പോയേക്കാം, ജാമ്യം എടുത്തേക്കാം. അതല്ല ഇവിടെ കാണുന്നത്.